AI ആണ് ഇപ്പോൾ ലോകം മുഴുവൻ. അപ്പോൾ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് AI സിറ്റി എത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു മെത്തേഡാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ലാൻഡ് ഓണേഴ്സിന്റെ ലാൻഡ് ഒരു പൂളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഈ പൂളിലേക്ക് നമ്മൾ ലാൻഡ് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. രേഖാമൂലം അത്തരത്തിലൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുവോ? സാറിന്റെ മുഖത്ത് ആ റിസ്ക് ഒന്നുമില്ല. ഇതൊക്കെ നടക്കുന്നേ, നമ്മൾ ഉദ്ദേശിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഹായ്, നമസ്കാരം. മൈ ഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ്. സ്വാഗതം എല്ലാവർക്കും. ഇൻഫോ പാർക്ക് അതിൻ്റെ വികസന കുതിപ്പിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇൻഫോ പാർക്ക് CEO ശ്രീ സുശാന്ത് കുറുന്തിൽ നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം സാർ മെഗാ ടോക്കിലേക്ക്. ഓക്കെ, 3-ാം ഘട്ട വികസനം സ്വപ്നം കാണുകയാണ് ഇൻഫോ പാർക്ക്. എന്തൊക്കെ പദ്ധതികളാണ്? 3-ാം ഘട്ടം ഒരു ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പായിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതും ഒരു AI സിറ്റി. അത് എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ AI സിറ്റി ആവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അനൗൺസ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് ബാംഗ്ലൂർ അനൗൺസ് ചെയ്തെങ്കിലും ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ അവരെ കവച്ച് വെക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മിക്കവാറും ആദ്യത്തെ IT സിറ്റി അല്ലെങ്കിൽ AI സിറ്റി. ഈ AI ആണ് ഇപ്പോൾ ലോകം മുഴുവൻ. അപ്പോൾ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് AI സിറ്റി എത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? എന്താണ് AI കൊണ്ട് പ്രതീക്ഷിക്കേണ്ടത്? AI എല്ലാ കാര്യത്തിലും നമ്മുടെ സിറ്റിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു വരുന്ന ഒരു ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യവും, ഒരു സിറ്റി എന്ന് പറയുമ്പോൾ സിറ്റിയുടെ മാനേജ്മെൻറ്റ്, സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും AI ഗവേൺഡ് ആയിരിക്കും. അപ്പോൾ ഒരു സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. ഇപ്പോൾ സെൻസേഴ്സൊക്കെ വെച്ച് അതിപ്പോൾ എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും വാട്ടർ മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാ യൂട്ടിലിറ്റീസിലും എല്ലാ എക്യുപ്മെൻറ്റ്സിലും AI സെൻസേഴ്സ് ഉണ്ടാവും. ഈ സെൻസേഴ്സിൽ നിന്ന് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു അതൊരു ഡാറ്റ ലേക്കിലേക്ക് നമ്മൾ കൊടുത്തിട്ട് അതുപയോഗിച്ച് അഡാപ്റ്റീവ് അല്ലെങ്കിൽ എന്താണ് പറയുക, ഫോർകാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇപ്പോൾ വാട്ടർ ഇതിൽ ഒരു പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ ദിവസങ്ങൾ ഇല്ലെങ്കിൽ ആഴ്ചകൾ മുമ്പേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സുവേജ് ലൈനിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ട്രാഫിക് ഇഷ്യൂ, എവിടെയെങ്കിലും ഒരു ട്രാഫിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ മൊത്തം സിഗ്നൽസ് അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാഫിക് റീറൗട്ട് ചെയ്യണം. ഇതൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്. അതുപോലെ എനർജി മാനേജ്മെൻറ്റ്, എസ്പെഷ്യലി ഈ വാട്ടർ യൂസേജ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് AI ഉപയോഗിച്ച് റിയൽ ടൈമായിട്ട് അനലിറ്റിക്സ് മാത്രമല്ല റിയൽ ടൈം ആക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. AI സിറ്റിയുടെ യെസ്, അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ 3-ാം ഘട്ടത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 600 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു 3-ാം ഘട്ടം, 25,000 കോടിയുടെ ഒരു നിക്ഷേപം. എങ്ങനെയായിരിക്കും ഇത് നടപ്പാക്കുക? പ്രത്യേകിച്ച് ഈ സ്ഥലമെടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ. സ്ഥലമെടുപ്പ്, ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു മെത്തേഡാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇത് മറ്റ് സംസ്ഥാനങ്ങൾ വളരെ നന്നായിട്ട് പരീക്ഷിച്ച് വിജയിച്ച ഒരു മോഡലാണ്. കേരളം ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിന്റെ ലാൻഡ് പൂളിംഗ് ഗൈഡ് ലൈൻസ് വന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ മാർച്ചിലാണ് ലാൻഡ് പൂളിംഗ് ഗൈഡ് ലൈൻസ് വന്നത്. അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മളതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഉടനെ ആദ്യത്തെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ലാൻഡ് പൂളിങ്ങിൽ നമ്മൾ വളണ്ടറി ആയിട്ട് ഈ ലാൻഡ് ഓണേഴ്സിന്റെ ലാൻഡ് ഒരു പൂളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ പൂളിലേക്ക് നമ്മൾ ലാൻഡ് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ആൾക്കാർ തന്നിരിക്കുന്ന ലാൻഡിന്റെ ഒരു പെർസെൻറ്റേജ് അത് തിരിച്ചു കൊടുക്കും. പക്ഷെ അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒന്ന് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലാൻഡ് തന്നെ ആയിരിക്കണം എന്നില്ല തിരിച്ചു കൊടുക്കുന്നത്. ഇതൊരു പൂളിലേക്ക് വരും. ആ പൂളിലേക്ക് വന്ന് നമ്മൾ സ്പെസിഫിക് സോൺസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. അതിൽ ഏതെങ്കിലും ഒരു സോണിലായിരിക്കും, സേ ഫോർ എക്സാമ്പിൾ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സോണിലായിരിക്കും അവർക്ക് തിരിച്ചു കൊടുക്കുക. എന്തായാലും തിരിച്ചു കൊടുക്കും. അതിപ്പോ ഒരാള് 1 ഏക്കർ തരികയാണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ്
30% ആവാം, 40% ആവാം, 50% ആവാം. അതിന് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ ലാൻഡിന്റെ ടൈപ്പ്, ലാൻഡിന്റെ പൊസിഷൻ, ലൊക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഓരോരാൾക്കും അവരവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പെർസെന്റേജ് ആയിരിക്കും. എന്തായാലും ഈ ഒരു ഡെവലപ്ഡ് സിറ്റിയിൽ തന്നെ ആയിരിക്കും അത് നൽകുക. അത് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ അവരുടെ ഒറിജിനൽ ലാൻഡിൽ ഇരിക്കുന്ന അതേ സ്ഥലത്താവണമെന്നില്ല. ചിലപ്പോ ആവാം. കാരണം നമുക്ക് ഒരുപാട് കോമൺ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും. അതെ അതെ അതെ. അപ്പൊ അതിനൊക്കെ ലാൻഡ് വേണം. ഓക്കെ, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സർക്കാർ പദ്ധതിക്ക് അല്ലെങ്കിൽ ഒരു വികസന പദ്ധതിക്കൊക്കെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സ്ഥലം അവരിൽ നിന്ന് വാങ്ങി അവർക്ക് നല്ല തുക കൊടുക്കും അല്ലെ? അത്തരത്തിലുള്ള രീതി ഉണ്ട്. അല്ലെങ്കിൽ അവരൊരു എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ സർക്കാരിന് അത് സംബന്ധിച്ചുള്ള ചില ആക്ടുകളുണ്ട്. നിർബന്ധപൂർവ്വം ലാൻഡ് പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഇവിടെ അതൊന്നും അല്ല നടപ്പാക്കുന്നത്. അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു പ്ലാനാണ് ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്നത്. ഇതൊരു വളണ്ടറി സ്കീമാണ്. അപ്പോൾ നമ്മളൊരു ഏരിയയിൽ ലാൻഡ് പൂളിംഗ് നടപ്പാക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലത്തെ 75% ലാൻഡ് ഓണേഴ്സും ഇതിന് കൺസെൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ബാക്കി 25 ഇപ്പോൾ നമുക്ക് ആ സമയത്ത് ചിലപ്പം അത് അക്വിസിഷന് പോകേണ്ടി വരും, എന്തെങ്കിലും വേണ്ടി വരും. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളണ്ടറി ആയിട്ട് വരണം. കാരണം ഇതിൻ്റെ സംഭവം സിമ്പിളാണ്. ഇത് അങ്ങനെ അവർ പൂള് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന ലാൻഡിന്റെ വാല്യൂ പല മടങ്ങാണ് കൂടാൻ പോകുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് രേഖാമൂലം അത്തരത്തിലൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുവോ? രേഖാമൂലം എത്രയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 10 to 12 ടൈംസ് മിനിമം അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അത് രേഖാമൂലമല്ല. പക്ഷെ ഈ ലാൻഡ് പൂളിംഗ് ചെയ്യുമ്പോൾ അതൊരു ഫ്രെയിം വർക്കാണ്. അപ്പൊ ആ ഫ്രെയിം വർക്കിലേക്ക് ആൾക്കാർ ലാൻഡ് പൂള് ചെയ്യുന്നു, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അത് നമ്മുടെ ഈ ഒരു പ്ലാൻ പ്രകാരം ഇത് ഇത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് അവരും കൂടെ ബൈ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ അതൊരു 10-12 ടൈംസ് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ 50% ആണോ ഇല്ലെങ്കിൽ 40% ആണോ തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ പോലും അവരുടെ ഗെയിൻസ് അത്രയും കൂടുതലായിരിക്കും. അതെ അതെ, ശരിക്കും ഒരു നേട്ടം. വേറെ എന്ന് വെച്ചാൽ ഇത് കൺസെന്റോട് കൂടി ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ലിറ്റിഗേഷൻ വകുപ്പില്ല. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് അക്വിസിഷൻ ആണെങ്കിലും പലപ്പോഴും ലിറ്റിഗേഷനിൽ പോവാറുണ്ട്, LAR കേസസ് ഒക്കെ വരാറുണ്ട്. ഇതങ്ങനെയില്ല. ഇതൊരു കൺസെൻസസ് ബിൽഡ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്തായാലും ഒരു നല്ല കാര്യത്തിലല്ലേ ജനങ്ങൾ അതിനോട് പ്രദേശവാസികൾ സമീപിക്കും, അല്ലെ അതിനെ കാര്യമായി കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും GCDAക്കാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. GCDAക്ക് ഇതൊരിക്കലും ഒരു വെല്ലുവിളിയാകില്ലല്ലോ അല്ലേ? ഇല്ല, കാരണം നമ്മുടെ ലാൻഡ് പൂളിംഗ് ആക്ട് അല്ലെങ്കിൽ റൂൾസ് പ്രകാരം ഇത് ഒരു LSGD യൂണിറ്റ് ഇല്ല ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇൻഫോ പാർക്കിന് ലാൻഡ് പൂളിംഗ് ചെയ്യാൻ പറ്റില്ല. അത് പറ്റുന്ന ഇപ്പൊ കേരളത്തിൽ അത് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരേ ഒരു ഏജൻസി GCDA ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോ എന്തായാലും GCDA കൊച്ചിയിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു കെമിസ്ട്രി ഇതുവരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ പ്രദേശവാസികളൊക്കെ ഭയപ്പെടണോ? കാരണം ഈ ഇൻഫോ പാർക്കിന് തന്നെ കുറെ അധികം സ്ഥലം ഏറ്റെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കാക്കനാട് എന്ന് പറയാൻ അധികം ജനങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത, എന്നാൽ അത് ഓണേഴ്സുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഇൻഫോ പാർക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 3ാം ഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ സമീപത്ത് ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്? അല്ല, ഇതൊരിക്കലും ഭയപ്പെടേണ്ട കാര്യമല്ല. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വോളണ്ടറി സ്കീമാണ്. അപ്പോ അത് ഒരു അവർക്കും പ്രയോജനപ്പെടും നമുക്കും പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലാണ്. ഇപ്പൊ നമ്മുടെ പ്രയോജനം എന്താ? ഇവിടെ ഡെവലപ്മെന്റ് വരും, ഇവിടെ ഒരുപാട് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. ആസ് എ ഗവൺമെന്റ് നമ്മുടെ അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഒരു സാമ്പത്തിക നേട്ടം ഇൻഫോ പാർക്ക് ആഗ്രഹിക്കുന്നില്ല. ഇൻഫോ പാർക്കിന്റെ നമ്മുടെ KPIs എന്ന് പറയുന്നത് തന്നെ എംപ്ലോയ്മെന്റ് കൂട്ടുക, ഈ ഏരിയയിലുള്ള ഡെവലപ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ്. അല്ലാതെ സാമ്പത്തിക നേട്ടം അല്ല ഇൻഫോ പാർക്കിന്റെ ലക്ഷ്യം. ഓക്കെ, എന്തായാലും നമുക്കറിയാം ഈ നമ്മുടെ IT പ്രൊഫഷണൽസിന് വലിയ ഭീഷണിയൊക്കെ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ട്രംപിന്റെ ഭരണകൂടമൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഫോ പാർക്ക് പോലെയുള്ള പ്രൊജക്ടുകൾ കൂടുതൽ എന്താ പറയാ ഒരു വ്യാപ്തിയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രതിസന്ധി നമ്മുടെ എന്താ പറയാ ജീവനക്കാരെ, നമ്മുടെ കുട്ടികളെ നമുക്ക് ഇവിടെ തന്നെ നിലനിർത്താൻ കഴിയും. പ്രതിസന്ധികൾ എപ്പോഴും അവസരങ്ങളാണ്. കാരണം ഇപ്പോൾ ഒരു മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പല മാർക്കറ്റും തുറക്കും. ഇല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി, ഇപ്പൊ H1Bയുടെ കാര്യത്തിൽ ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് പോകുന്നതാണ്. അത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ഇങ്ങോട്ട് വരും. അപ്പോ
അതൊക്കെ പിന്നെ ഇതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ്. അങ്ങനെ വരാം. പിന്നെ ഈ ടെക്നോളജി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കൂടുകയാണ്. കാരണം പല കാര്യത്തിലും ഇപ്പോ ഒരുപാട് ലെഗസി സിസ്റ്റംസ് ഉണ്ട്. അതൊക്കെ AI എനേബിൾഡ് ആക്കി മാറ്റുക, ലോകം മുഴുവൻ ഒരു മാർക്കറ്റായി മാറ്റുക എന്നൊക്കെ ഉള്ളത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത്രയധികം ഓപ്പർച്യൂണിറ്റി ആണ് ലോകത്തിൽ വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ആൾക്കാർ വേണം. അപ്പൊ ഈ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മുടെ സിറ്റി അത് അട്രാക്റ്റീവ് ആവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ. കാരണം ടാലന്റിനെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് തന്നെ പറയുമ്പോൾ ഇതുപോലുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇൻഫോ പാർക്ക് നടത്തുന്നത്. ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഓക്കെ, മറ്റൊരു കാര്യം, ഇപ്പോൾ അമേരിക്കയുടെ ഒരു താരിഫ്, അതിന് ബദലായി അത് നേരിടാൻ വേണ്ടി നമ്മുടെ രാജ്യം ഇന്ത്യ നടപ്പാക്കുന്ന GST സംവിധാനം, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു IT വ്യവസായത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസസിന് ഇതുവരെ താരിഫ് വന്നിട്ടില്ല, വന്നേക്കാം, അറിയില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ കാര്യം നടന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആത്മനിർഭരത എന്നുള്ള വാക്ക് പറഞ്ഞു. അതിനുശേഷമാണ് ഈ GST ചേഞ്ച് വന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജി സോഹോ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു ന്യൂസ് അദ്ദേഹം തന്നെ ഇത് പുറത്തുവിടുകയുണ്ടായി. അത് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വളരെ വലുതാണ്. കാരണം നമ്മൾ ആത്മനിർഭരതയിലേക്ക് പോവുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഇന്ത്യയിൽ നിന്ന് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ അരാട്ടെ എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പിന്റെ ഒരു വാട്സാപ്പിന് ബദൽ ഇന്ത്യയിൽ നിന്നുള്ള അതും സോഹോടെ തന്നെയാണ്. അപ്പോ അത് ഞാൻ സൈനപ്പ് ചെയ്ത് നോക്കി, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആണല്ലേ. അപ്പൊ അത്രയും അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്ട്സ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പല പ്രോഡക്ട്സും നമ്മൾ ഡെയിലി ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന പലതും ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത് ഉണ്ടാക്കാൻ പറ്റും. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിന്, അല്ലെങ്കിൽ ഇന്ത്യക്ക് മൊത്തത്തില്. പിന്നെ നമ്മൾ പ്രത്യേകിച്ചായിട്ട് നോക്കുന്നത്, നമ്മളൊരു AI സിറ്റി ഉണ്ടാക്കുമ്പോൾ ആ AI സിറ്റിയുടെ ടെക്നോളജി എത്രത്തോളം ഇൻഡിജീനിയസ് ആക്കാൻ പറ്റുമെന്ന് നോക്കണം. കാരണം ഇങ്ങനെയുള്ള അർബൻ ഇന്നോവേഷൻസ് ടെക്നോളജി നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇൻഫോ പാർക്ക് ഫേസ് 3 AI സിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യാം. ഈ ഒരു ടെക്നോളജി നമുക്ക് നാളെ അത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പല രാജ്യങ്ങളിലും ഇതൊരു പൈലറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ആയിട്ട് മാത്രം നമ്മൾ കാണേണ്ടതില്ല, ഇതൊരു ഇന്നോവേഷൻ ആയിട്ട് കാണണം. സാർ, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വിപ്രോ കാണാം, TCS കാണാം, IBM കാണാം. ഇനി ഈ മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സ്ഥാപനങ്ങളായിരിക്കും ഈ ലോക IT രംഗത്തു നിന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് ഇൻഫോ പാർക്കിലേക്ക് എത്താൻ പോവുക? മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഒരു വേൾഡ് ക്ലാസ് സിറ്റിയാണ്. അപ്പൊ ആ ഒരു വേൾഡ് ക്ലാസ് സിറ്റിയിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളൊക്കെ ഫീൽ ചെയ്യണം. അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഇത് മിസ് ചെയ്തു പോകും. ആ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് നമ്മൾ കമ്പനികളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു തിങ്കിങ്ങും ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു വിഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇവിടെ ഇല്ലെങ്കിൽ അവരെന്തോ മിസ് ചെയ്തുള്ളത് എന്നൊരു ഫീലിംഗ് നമ്മൾ അവർക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ നമുക്കൊരു സാധാരണ ഇപ്പൊ നമ്മുടെ കൂടുതൽ ഇപ്പോൾ നമ്മുടെ യുവാക്കളൊക്കെ IT-യിലേക്ക് കൂടുതൽ തിരികുകയാണ്. നമ്മൾ കേരളത്തിന്റെ ഒരു ഭാവി IT-യിലാണോ? പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു ഭാവി IT-യിൽ തന്നെയാണോ എന്ന് പറയാൻ കഴിയുമോ? അതോ എല്ലാ മേഖലകളിലും ഉണ്ട്? അങ്ങനെയല്ല. ഇപ്പോഴത്തെ ടെക്നോളജി വളരുന്നതനുസരിച്ച് IT ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഫീൽഡിലേക്കും IT ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു ചേഞ്ച് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോഴെന്ന് വെച്ചാൽ IT ആയിട്ട് നിലനിൽക്കുന്നതിന് പകരം എല്ലാ ഫീൽഡിലേക്കും IT കയറി വരും. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ നോക്കിയാൽ
ഇനീഷ്യലി ഇതൊക്കെ IT സർവീസസ് ആയിരുന്നു, Okay. IT കമ്പനികളായിരുന്നു. ആ. ഇപ്പൊ കൂടുതലും നമ്മൾ സംസാരിക്കുന്നത് GCCകളെ കുറിച്ചാണ്. ഓക്കെ. GCCകൾ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിന്റെ ആ അവരുടെ യൂണിറ്റ്സ് ആണ്, അവരുടെ ഇന്നോവേഷൻ യൂണിറ്റ്സ് ആണ്, അവരുടെ ടെക് യൂണിറ്റ്സ് ആണ്, അവരുടെ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് കൂടുതൽ വരാൻ പോണത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഡസ്ട്രീസും ഇപ്പൊ പല കാര്യങ്ങളും നമുക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, റിയൽ എസ്റ്റേറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും IT ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടും, പ്രത്യേകിച്ച് AI വരുന്നതോടുകൂടി. ഓക്കെ, അത് സാറ് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. അതായത് ഇപ്പം അഗ്രികൾച്ചർ മേഖലയായാലും ബിസിനസ് മേഖലയായാലും നമ്മൾ സർവ്വ മേഖലകൾ പരിഗണിച്ചാലും അതിൽ IT-യുടെയും AI-യുടെയും സ്വാധീനം വന്നു കഴിഞ്ഞു. അപ്പോൾ IT ആയിട്ട് നിൽക്കുന്നതിന് പകരം ആ ഇൻഡസ്ട്രികളിലേക്ക് മെർജ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത്? എല്ലാ ഇൻഡസ്ട്രീസിനും വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ പോളിസികളിൽ നമ്മൾ കുറേ കോറായിട്ടുള്ള നമുക്കൊരു കോമ്പീറ്റൻസി ഉള്ള പല ഏരിയകളും ഡിഫൈൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ GCC പോളിസിയിൽ ഒരു 10 ഇൻഡസ്ട്രീസിനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നടക്കാൻ ഏറ്റവും സാധ്യതയുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, അതുമല്ലെങ്കിൽ ഈ AVGC ക്രിയേറ്റീവ് ആയിട്ടുള്ള, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്സ്, ഇങ്ങനെ പല ഏരിയകളും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയയിലുള്ള GCCകളെ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കാര്യം. അപ്പോ ഫേസ് 3 വരുമ്പോഴത്തേക്ക് ഒരുപാട് വേൾഡ് ക്ലാസ് GCCകൾ നമുക്ക് അവിടെ കൊണ്ടുവരാം ഈ ഏരിയയിലും. എങ്ങനെയാണ് സാർ ഇപ്പം എങ്ങനെയാണ് കേരളത്തിന്റെ IT മേഖലയെ നമ്മുടെ രാജ്യത്ത് അടയാളപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ഈ ലോകത്ത് അടയാളപ്പെടുത്തുന്നത്? എങ്ങനെയാണ് കേരളത്തിന്റെ IT എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഒരു സംസ്ഥാനത്തെ കർണാടകയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അത് അത്ര ഒരു സിഗ്നിഫിക്കന്റ് അല്ല. അവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഡെഫിനറ്റ്ലി ബാംഗ്ലൂർ നമ്മൾ അവരുടെ ഒരു ചെറിയ പെർസെൻറ്റേജ് വരുന്നുള്ളൂ. അപ്പോ അതുപോലെ ഇപ്പോ നമ്മൾ GCCകൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ആ ഒരു സാന്നിധ്യം കുറച്ച് കുറവാണ്. അത് ഒരു ട്രഡീഷണൽ അഡ്വാൻറ്റേജ് ബാക്കിയുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ട്രെൻഡ്, ഈ കമ്പനികളും GCCകളും IT കമ്പനികളൊക്കെ ഈ Tier 2 സിറ്റീസിലേക്ക് വരികയാണ്. അപ്പോൾ ഒന്നാമത് Tier 1 സിറ്റീസ് കൂടുതലും സാച്ചുറേറ്റഡ് ആയി വരുന്നു, അവിടെ ഒരു ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടായി വരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും കേരളത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ലോകത്തോട് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമ്മുടെ മാർക്കറ്റിങ്ങിലാണ് ഒരു ചെറിയ വീഴ്ച വരുന്നത്. അപ്പൊ അത് ഫിക്സ് ചെയ്യാനാണ് നമ്മളിപ്പോ നോക്കുന്നത്. അതിനെന്താ എനിക്ക് തോന്നുന്നു, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അത് വിപണിയിലേക്ക് എത്തിയില്ലെങ്കിൽ, അതിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടായില്ലെങ്കിൽ അത് എന്താ പറയാ, സെല്ല് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അതിനെന്താണ് ഒരു പോം വഴി? എന്താണ് മാർക്കറ്റിംഗ്? എന്താണ്? അല്ല, അതിന്റെ അത് നമ്മൾക്ക് അങ്ങോട്ട് കയറി മാർക്കറ്റ് ചെയ്തേ പറ്റൂ. കാരണം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഇൻഫോ പാർക്ക് എന്താണെന്ന് മലയാളിക്കറിയാം, പക്ഷെ ഇതിന് പുറത്ത് എത്ര ആൾക്കാർക്ക് അറിയുന്നെന്ന് എനിക്കറിയില്ല. അപ്പോ നമുക്ക് ഈ കുറച്ചുകൂടെ ഗ്ലോബൽ ആയിട്ടുള്ള, നാഷണൽ ആയിട്ടും ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഔട്ട്റീച്ച് ഉണ്ടാക്കും. ഡിസിഷൻ മേക്കേഴ്സ് എപ്പോഴും പുറത്തുള്ളവരാണ്. അപ്പോൾ നമ്മൾ പുറമേ ഉള്ളവരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണം. കാരണം നമ്മുടെ ഒരു ഇതുവരെയുള്ള ഒരു ലിമിറ്റഡ് തിങ്കിങ് എപ്പോഴും മലയാളി സെൻട്രിക് ആണ്. അത് മാറ്റിയിട്ട് നമ്മുടെ ഔട്ട്ലുക്ക് കുറേ കൂടെ ഗ്ലോബലാണ്. അപ്പോ ഇവിടെ മലയാളികൾ മാത്രം വന്നാൽ പോരാ, ബാക്കിയുള്ളവരും കൂടി കൊച്ചിയിലും വരണം. അവരിവിടെ വന്ന് താമസിക്കണം, അവരിവിടെ വന്ന് ജോലി ചെയ്യണം. അപ്പോ നമ്മുടെ ആ ഒരു കോസ്മോപൊളിറ്റൻ നേച്ചർ കുറച്ചുകൂടെ കൂട്ടണം. ഈ 3-ാം ഘട്ടം കഴിഞ്ഞ് ഞാൻ കടന്നു ചിന്തിക്കുന്നതാണോന്ന് അറിയില്ല, ഒരുപക്ഷെ സാറിന് ഇപ്പൊ ഈ ഒരു ഇൻഫോ പാർക്കിനെ സംബന്ധിച്ച് വലിയൊരു സ്വപ്നം എന്താ പറയാ, വ്യക്തിപരമായി ഉണ്ടാവും അല്ലെ, സാങ്കേതികമായി ഉണ്ടാവും, എല്ലാ തരത്തിലും ഉണ്ടാവും. എന്താണ് ഇൻഫോ പാർക്കിനെ സംബന്ധിച്ചുള്ള ഒരു പരമമായ ലക്ഷ്യം? എന്താണ് ഇൻഫോ പാർക്ക് എന്ന് പറയുന്നതിനുപരി ഞാൻ ആദ്യം കൊച്ചി, പിന്നെ കേരളം എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൊച്ചി ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറും. ഇപ്പോ നമ്മൾ നോക്കി ഏറ്റവും കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്ന നഗരങ്ങൾ, അത് ദുബായ് ആവാം, ന്യൂയോർക്ക് ആവാം, ലണ്ടൻ ആവാം, ഈവൻ നമ്മുടെ ബാംഗ്ലൂർ വരെ ആവാം. അതിനൊരു ഗ്ലോബൽ അപ്പീലുണ്ട്.
ആ ഒരു അപ്പീല് നമ്മൾ ഉണ്ടാക്കണം. ഞാൻ സാർ എനിക്ക് അപ്പോഴൊരു സംശയം, കൊച്ചി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആഗോളതലത്തിൽ എല്ലാവരെയും IT പ്രൊഫഷണൽസൊക്കെ കൊച്ചിയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ വലിപ്പം അങ്ങനെ ലോകം മുഴുവൻ അറിയിക്കാൻ ശ്രമിക്കുന്നു. ഈ കൊച്ചിയിലുള്ളവർ, കേരളത്തിലുള്ളവർ കൊച്ചിയിലെ IT വ്യവസായത്തെക്കുറിച്ച്, കേരളത്തിലെ IT വ്യവസായത്തെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അവരിപ്പോഴും വിദേശത്തേക്ക് പറന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? അതുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. പിന്നെ പുറത്ത് ഇതിനേക്കാളും കൂടുതലുണ്ട്. പക്ഷെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ ജീവിത സൗകര്യങ്ങൾ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പീപ്പിൾ വിൽ ഗോ ടു വെർ ദേ ബിലോങ്. അപ്പോൾ ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. തീർച്ചയായും. പക്ഷെ അത് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ ആഗോള IT സ്ഥാപനങ്ങളൊക്കെ കൊച്ചിയിലേക്ക് വരുമ്പോൾ കാണാമല്ലോ. പിന്നെ എന്തിനാണ് ഇതൊക്കെ തേടി വിദേശത്തേക്ക് നമ്മുടെ യുവാക്കൾ പോകുന്നത്, യുവജനങ്ങൾ പോകുന്നതാണ് ചോദ്യം. അല്ല, ഇതേ ചോദ്യം, അവർക്ക് ഈ ബ്രാൻഡാണ് താല്പര്യമെങ്കിൽ ആ ബ്രാൻഡ് ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയല്ല. ഇപ്പോ നമ്മൾ പറയുന്നു ഒരുപാട് ആൾക്കാർ, ഇപ്പൊ ബാംഗ്ലൂർ വളരെ സാച്ചുറേറ്റഡ് ആയിട്ടില്ലേ, ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്, പല സ്ഥലങ്ങളിലും അവിടേക്ക് പോകുന്നു. പക്ഷെ ഒരുപാട് ബാംഗ്ലൂരുകാര് ജോലി തേടി വിദേശത്ത് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇതൊരു ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ തടയാൻ നോക്കില്ല. പക്ഷെ ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു ഈ രാജ്യം വിട്ടു പോകുന്നു അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അതിന് എനിക്ക് തോന്നുന്നു ഒരു സ്ഥാപനത്തിൻ്റെത് മാത്രമല്ല, അത് ഒരു വ്യക്തിപരമായ ചില താല്പര്യങ്ങളും ഇഷ്ടങ്ങളും പല കാര്യങ്ങളും അതിൽ ബന്ധിപ്പിച്ച് കിടക്കുന്നു അല്ലേ? ഉണ്ടാവാം. അത് പക്ഷെ നമ്മൾ അതിനെ ആരും ഇവിടുന്ന് പുറത്തേക്ക് പോകരുത് എന്ന് പറയുന്നതിന് പകരം ആൾക്കാർ ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം ബാക്കിയുള്ളവർക്ക് അട്രാക്റ്റീവ് ആക്കുമ്പോൾ ഇവിടെയുള്ളവർക്ക് പലർക്കും ആ ഒരു തോന്നൽ വരും. അതിന് പര്യാപ്തമാണ് കൊച്ചി. ഡെഫിനറ്റ്ലി. ഇൻഫോ പാർക്ക് അങ്ങനെ ആയി കഴിഞ്ഞു. ഇങ്ങനെ ആയിക്കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കൊച്ചിക്കുള്ള ആ ഒരു ക്യാരക്ടർ പല നഗരങ്ങൾക്കും ഇല്ല. മൂന്നാം ഘട്ടത്തിലെ വലിയൊരു പദ്ധതി നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, എന്താ പറയുക, 600 ഏക്കറോളം ഏറ്റെടുക്കുന്നു, 25,000 കോടിയുടെ നിക്ഷേപം കൊണ്ടുവരണം, അത്തരത്തിലുള്ള പ്ലാനുകളാണ്. സ്വാഭാവികമായും ഇത് എത്ര വർഷം കൊണ്ട് പൂർത്തിയാകും എന്നൊരു ചോദ്യമില്ലേ? എന്താണ് അതിനൊരു ഉത്തരം? എന്താണ്? അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 2030 ഇത് ഫങ്ഷണൽ ആക്കുക എന്നുള്ളത്. 2030. ഇത് കാരണം ഇതിന്റെ ലാൻഡിന്റെ പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ, ഇഫ് എവറിഥിങ് ഗോസ് റൈറ്റ്, ഏകദേശം ഒരു വർഷത്തോളമുള്ള ഒരു പ്രോസസ്സാണ് ലാൻഡ് പൂളിംഗ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ മാസ്റ്റർ പ്ലാനിങ് ഒക്കെ ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് നിർമ്മാണം തുടങ്ങുന്നത് ഏകദേശം അടുത്ത വർഷം ഈ സമയത്ത് നിർമ്മാണം തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 4 വർഷത്തെ നിർമ്മാണം എന്തായാലും ഉണ്ടാവും. അപ്പോ ഇതെല്ലാം കൂടി ഒരു 2030 പ്രതീക്ഷിക്കാം. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ കണക്ടിവിറ്റിയാണ്. നമുക്ക് നമ്മളൊരു വലിയ സിറ്റി ഉണ്ടാക്കിയ പോലെ ആ സിറ്റിയിലേക്കുള്ള കണക്ടിവിറ്റി ഉണ്ടാവും. മെട്രോ ഒക്കെ വരുന്നുണ്ട്. മെട്രോ ഇവിടെ വരെ എത്തുന്നുണ്ട്. ഈ മെട്രോ അത് ഫേസ് 3ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൈമാറിലുമായിട്ട് ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അവര് വില്ലിംഗ്നെസ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പുതിയൊരു എക്സ്പ്രസ് വേയുടെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് വൈറ്റിലേന്ന് തുടങ്ങി ഇൻഫോ പാർക്ക് ഫേസ് 4, ഫേസ് 2 ആൻഡ് ഫേസ് 3 കണക്ട് ചെയ്ത് അങ്കമാലി കുണ്ടന്നൂർ പുതിയ ബൈപ്പാസിൽ കണക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു 8 ലൈൻ എക്സ്പ്രസ് വേ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതിന്റെ പിറകെ ഉണ്ട്. കാരണം നമ്മുടെ എറണാകുളം നഗരത്തിൽ നിന്ന് ഒരുപാട് വിട്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എത്താനും പുറത്തേക്ക് പോകാനും ആ ഒരു എളുപ്പം വേണം. പിന്നെ ഇത് കൂടാതെ ഇപ്പം നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡ് കുറേ കൂടെ വലുതാക്കണം. പിന്നെ ബാക്കിയുള്ള എല്ലാ അപ്രോച്ച് പോയിന്റ്സും വലുതാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു 5 വർഷത്തിനുള്ളിൽ അതിപ്പോ കുറെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ചിലതൊക്കെ NHAI ആയിട്ട് ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ എക്സ്പ്രസ് വേ ഒക്കെ ഒരു പക്ഷേ NHAIയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ അതല്ലാതെ കുറച്ചൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഇതൊക്കെ കൂടിയിട്ട് ആ ഒരു മാസ്റ്റർ പ്ലാൻ വരുന്നത് ഏകദേശം ഈ 1 വർഷത്തിനുള്ളിലാണ്. അപ്പൊ ആ സമയമാകുമ്പോഴേയാണ് ഇതിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് മനസ്സിലായി. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വലിയ പിന്തുണ ഉണ്ടാവണം. ഇപ്പൊ കേന്ദ്ര സർക്കാരുമായിട്ട് നമ്മൾ കാര്യമായിട്ട് ഒരു ഇന്ററാക്ഷൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ അതിനുള്ള ഇനീഷ്യൽ സ്റ്റേജസിലാണ്. കാരണം ഈ ഒരു
അപ്രൂവൽ വന്നതാണ് നമ്മുടെ ഒരു വലിയ വിൻ. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, ഇപ്പൊ ലോക്കൽ ഭരണകൂടങ്ങൾ, പഞ്ചായത്തുകൾ എല്ലാവരും ഒത്തുപിടിച്ചാലാണ് ഇത് ശരിയാവുള്ളൂ. ഇൻഫോ പാർക്ക് അതിന്റെ ഇടയിലുള്ള ഒരു ഗ്ലൂ ആയിട്ട് മാത്രമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും വലിയൊരു പ്രദേശം, നമ്മൾ ശരിക്കും ഇത് മറ്റൊരു ലോകമാണ് അല്ലേ? ഇത് മറ്റൊരു ലോകമാണ്. നമ്മൾ എറണാകുളം നഗരം എന്ന മറ്റൊരു ലോകമാണ്. അപ്പോൾ ഈ പുതിയ പദ്ധതി മൂന്നാം ഘട്ടം വരുമ്പോഴേക്കും സ്വാഭാവികമായും ഇവിടുത്തെ പ്രദേശവാസികൾ, നമുക്കറിയാം ഇവിടെ എല്ലാം IT സ്ഥാപനങ്ങൾ മാത്രമാണ്, വീടുകളോ അങ്ങനെ ഹൗസിംഗ് കോംപ്ലക്സുകളൊക്കെ കുറവാണ് വളരെ. ഇപ്പോൾ നാട്ടുകാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക്, പ്രദേശവാസികൾക്കൊക്കെ ഈ മൂന്നാം ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം, സേവനം ഉണ്ടാകുമോ ഈ കാര്യത്തിൽ? എല്ലാവർക്കും ഉണ്ടാവും. കാരണം മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ക്യാമ്പസ് അല്ല, അതൊരു ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പാണ്. അപ്പൊ അവിടെ റെസിഡൻസസ് ഉണ്ട്, കൾച്ചറൽ സോൺസ് ഉണ്ട്, റിക്രിയേഷൻ സോൺസ് ഉണ്ട്, മ്യൂസിയംസ് ഉണ്ട്. അപ്പോ അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു സിറ്റിയിലുണ്ട്. അത് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാവരെയും എല്ലാവർക്കും ആരെയും പ്രൊഹിബിറ്റ് ചെയ്യാത്ത ഒരു ഏരിയ ആയിരിക്കും. കാരണം ഇവിടെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു SEZ ആണ്. അപ്പോൾ ഇവിടത്തേക്ക് ആർക്ക് കയറി വരാം എന്നുള്ളതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ പുതിയ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫേസ് 3 എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ്. അത് അവിടെ ആൾക്കാർ വരണം, എന്നിട്ട് കാണണം ഇങ്ങനെയാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം. നമ്മുടെ നാട്ടിലും ഇത് വേണം എന്ന് അവർ പറയണം. അങ്ങനെ നമുക്ക് ഫേസ് 3 പല സ്ഥലങ്ങളിലായിട്ട് കേരളത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു പൈലറ്റായിട്ട്, അത് നമ്മുടെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് ആക്ട് ചെയ്യണം. ഞാൻ സാറിനോട് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം, കാരണം വലിയൊരു പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താ പറയുക, ഒരു മൂന്നാം ഘട്ടം സാറ് വിവരിച്ചപ്പോൾ തന്നെ ഒരു വ്യാപ്തി എത്രമാത്രമാണ്, അതിന്റെ പിന്നിലുള്ള റിസ്ക് എലമെന്റ്സ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ സാറിന്റെ മുഖത്ത് ആ റിസ്ക് ഒന്നുമില്ല. സാറ് എനിക്ക് തോന്നുന്നു മറ്റൊന്നും കൊണ്ടല്ല, അത്രയ്ക്ക് ഈ പദ്ധതിയിലുള്ള അല്ലെങ്കിൽ തന്റെ പ്രവൃത്തിയിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതൊരു പാഷനാണ്. കാരണം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും സ്റ്റക്കാണ്. കാരണം നമ്മുടെ ലാൻഡ് മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു പോകും, നമ്മുടെ ബിൽട്ടപ്പ് സ്പേസ് മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ ഒരു ട്രഡീഷണൽ തിങ്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. കാരണം ഒന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഡിഫറെന്റ് തിങ്കിങ്ങിന്റെ ഫലമാണ് ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഫേസ് 3 അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് 4ഉം നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഫേസ് 3, ഫേസ് 4, പിന്നെ ഫേസ് 5 ഉണ്ട് നമ്മളിപ്പോൾ ഇനീഷ്യൽ ഇതിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, ആ ഒരു ഡിഫറെന്റ് തിങ്കിങ് ആണ് നമ്മുടെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള അതിനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. ഇതൊക്കെ നടക്കുന്നേ, നമ്മൾ ഉദ്ദേശിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അതെ അതെ, സാധാരണ ഒരു വീട് വെക്കാൻ പോകുന്നവർക്ക് എന്തൊരു ടെൻഷനാണ്. എന്തായാലും സാർ വളരെ നന്ദിയുണ്ട് മൈഫിൻ മെഗാ ടോക്കിനൊപ്പം ചേർന്നതിന്. നമുക്ക് ഇൻഫോ പാർക്കിന് എല്ലാ ആശംസകളും നേരം. ഇൻഫോ പാർക്കിന്റെ എല്ലാ പദ്ധതികൾക്കും മാധ്യമങ്ങളുടെ ഒരു പിന്തുണയും, സർക്കാരിന്റെ, നാട്ടുകാരുടെയും, പ്രദേശവാസികളുടെ ഒരു പിന്തുണ, ഒപ്പം നമ്മുടെ ജീവനക്കാരുടെ IT പ്രൊഫഷണലുകളുടെ ഒക്കെ ഒരു പിന്തുണ പൂർണ്ണമായും ഉണ്ടാകും എന്ന് കരുതാം. വളരെ നന്ദി. തുടങ്ങുകയാണ്.